ഒരിക്കൽ ഞാൻ ഹജ്ജിന് പോയപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ മലബാർ ഗോൾഡില് കൊല്ലങ്ങൾക്ക് മുമ്പ് 5 ലക്ഷം റുപ്യ ഷെയർ കൊടുത്തിട്ട് ചേർന്നതാ. അതിന്റെ തുടക്കത്തിൽ 5 ലക്ഷം കൊടുത്തിട്ട് അയാൾ എന്നോട് പറയാം, ഇന്നിന്റെ ഷെയറിന് കോടികൾ വിലയാണ്. പലരും എന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ വേറെ ഒരാളെ ഞാൻ കണ്ടു. ഞാൻ മലബാറിന്റെ പരസ്യം ചെയ്യൊന്നുമില്ലേ, എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അതിന്റെ ആളുമല്ല. ഞാനൊരു അനുഭവം പറയാം. എന്നാൽ വേറൊരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അന്ന് എന്നോട് ഷെയർ കൂടുന്നോന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും തലിമ്പാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാനില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് കൂടിയെങ്കിൽ ഇയാളെ മാതിരി വിലമതിക്കാൻ കോടികൾ വിലമതിക്കുന്ന ഷെയറായതിൻ്റെത് മാറുമായിരുന്നു. ഇത് ഭൂമിയിലെ അവസ്ഥ ഞാൻ പറയണ, ആഖിറത്തിൽ ഇതേ അവസ്ഥ വരും. നമ്മുടെ തൊട്ടടുത്ത ഖബറിൽ കിടക്കുന്ന ആള്, അതേ നാട്ടിൽ നടക്കുന്ന പള്ളി മദ്രസ സംവിധാനങ്ങളെ സഹായിച്ചവൻ, ഒരുപക്ഷെ നമ്മളിൽ നിന്ന് മുഖം തിരിഞ്ഞവൻ, അവന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ തൊട്ടടുത്ത് കിടക്കുന്നവൻ അതിനെ ഓർത്ത് ആ സമയങ്ങളിൽ ഉപയോഗിക്കാത്തതിനെ, സന്ദർഭങ്ങൾ ഉപയോഗിക്കാത്തതിനെ ഓർത്ത് വിലപിക്കുന്ന രംഗങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ അങ്ങനെ വിഷമിക്കുന്നവരാക്കി മാറ്റാതിരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കഴിയുന്നത്, എന്തെങ്കിലും നല്ല അവരവരെ കൊണ്ട് കഴിയുന്നത് ഈ സംവിധാനത്തിലേക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹു തആല പറയാൻ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാൻ, ഈ ഭൂമിയിലും ഭൂമിയോട് ചേർന്ന് നാം കാണുന്ന എല്ലാ സംവിധാനങ്ങളും അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. എല്ലാം നമുക്ക് വേണ്ടിയാണ് അല്ലാഹു സംവിധാനിച്ചത്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. എല്ലാം അല്ലാഹുവിന്റെ ദാനമാണ്. കണ്ണ് റബ്ബിന്റെ ദാനാണ്. അല്ലാഹുവിന്റെ ദാനമാണ് കണ്ണ്. അല്ലാഹുവിന്റെ ദാനം. ജനിക്കുമ്പോ എനിക്ക് കണ്ണുണ്ടാവണം എന്ന് ആഗ്രഹിച്ചോൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരും ഉണ്ടാവില്ല. അല്ലാഹു ദാനമായി തന്നതാ. ഇരു കണ്ണുകളും കാഴ്ചയില്ലാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അതേപോലെ നമ്മുടെ ഇരു ചെവികളും കേൾവി ശക്തി അല്ലാഹുവിന്റെ ദാനമാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ, ഞാനിങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ പറയാൻ ഞാൻ എന്റെ നാവ് ചലിപ്പിക്കുമ്പോ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ എന്റെ നാവിലൂടെ അക്ഷരങ്ങളായി നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്റെ കൈവൊന്നുമല്ല, അല്ലാഹുവിന്റെ ദാനമാണത്. എത്ര ആളുകളുണ്ട് അവർ ആഗ്രഹിക്കുന്നത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാം നമ്മുടെ ശരീരത്തിലുള്ളതാണെങ്കിലും ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങളാണെങ്കിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സംവിധാനിച്ചു വച്ചതാണ്. അങ്ങനെ നമ്മൾ മേലോട്ട് നോക്കുമ്പോ കാണുന്ന ആകാശം അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ആകാശത്തെ കുറിച്ച്, വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂളാ. ആകാശം നിങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂരയാണ്. വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, സുരക്ഷിതമായ മേൽക്കൂരയാണ് ആകാശം. ആകാശങ്ങളിരിക്കുന്ന ഈ മുൻഭാഗത്തിരിക്കുന്നവരുടെ മുകളിൽ മേൽക്കൂരയുണ്ട്. ഉണ്ടോ? നിങ്ങൾ ഷീറ്റ് വലിച്ചു കെട്ടിയ മേൽക്കൂരയാണ്. ഇത് സുരക്ഷിതാണോ? നിങ്ങളെന്താ മിണ്ടാത്തെ? അല്ല, കാറ്റും മഴയുടെ കാലമില്ലാത്തതുകൊണ്ട് സുരക്ഷിത. കാറ്റും മഴയും ഉണ്ടെങ്കിൽ ഇത് സുരക്ഷിതമല്ല. എന്തിനാ നമ്മൾ മേൽക്കൂര കെട്ടുന്നത്? മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അപകടങ്ങളെ തടഞ്ഞു നിർത്താൻ, ആ മഴ കൊള്ളാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ, അതിനാ നമ്മൾ മേൽക്കൂര ഉണ്ടാക്കുന്നത്. എന്നാൽ ഭൂമിയിലുള്ള ഈ മനുഷ്യർക്ക് മുഴുവനും സുരക്ഷിതമായ അല്ലാഹു ഒരു മേൽക്കൂര ഒരുക്കിയിട്ടുണ്ട്. ആ മേൽക്കൂരയാണ് ആകാശം. ഇതിനാണ് അല്ലാഹു ആ മേൽക്കൂര ആകാശം ഒരുക്കിയത്.
മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അപകടങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കാതിരിക്കാൻ. മനുഷ്യന്റെ മുകൾ ഭാഗത്ത് ഒരുപാട് ഗോളങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. എവിടെയെങ്കിലും ഒരു കൂട്ടിമുട്ടൽ ഉണ്ടായാൽ ആ കൂട്ടിമുട്ടൽ കാരണം അത് തകർന്നു വീണ് ഭൂമിയിലേക്ക് പതിച്ചാൽ മനുഷ്യന്റെ ജീവൻ അപായത്തിലാവും. അതിനല്ലാഹു തആല ചെയ്ത സംവിധാനം എന്താണെന്നറിയോ? പടച്ച റബ്ബ് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗങ്ങളിലേക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ അല്ലാഹു ചെയ്ത ഒരു സംവിധാനം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, റജബല്ലേ കടന്നു വരുന്നത്. റജബിന്റെ 27ാമത്തെ രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോഴല്ലേ, 7 ആകാശം കടന്ന് മുകളിലേക്ക് പോയപ്പോ സിദ്റത്തുൽ മുൻതഹ എന്ന പരിധിയിലേക്ക് എത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സൃഷ്ടി പരിചയപ്പെടുത്തി കൊടുത്തു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാണ് സിദ്റത്തുൽ മുൻതഹ. ഇതിന്റെ പ്രത്യേകത ഒന്ന്, മുകളിൽ നിന്ന് താഴേക്ക് ഏത് സാധനം വന്നാലും ഇവിടെ പിടിച്ചു വെക്കപ്പെടും യാ റസൂലല്ലാഹ്. അതേപോലെ താഴ്ഭാഗത്ത് നിന്ന് ഏത് വസ്തു മേലേക്ക് വന്നാലും ഇവിടെയാണ് ഇതിന്റെ പരിധി യാ റസൂലല്ലാഹ്, മുകളിലേക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് നബിയേ, എനിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനുള്ള അനുവാദമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹ മേലെന്ന് വരുന്നത് അവിടെ പിടിച്ചു വെക്കപ്പെടും, താഴേക്ക് വരില്ല. അതൊരു സൃഷ്ടിയാണ്, ഒരു സംവിധാനമാണ്. എന്നാൽ മറ്റൊരു സംവിധാനം അല്ലാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണതെന്നറിയോ? ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുന്ന വാതകത്തിന്റെ പേരാണ് ഓക്സിജൻ. നമ്മൾ പുറത്തേക്ക് തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ ഓക്സിജൻ ഒരു പ്രത്യേകതയുണ്ട്. ഓക്സിജന്റെ ഒരു പ്രത്യേകത കത്താൻ സഹായിക്കുക എന്നതാണ്. ഓക്സിജന്റെ ഒരു പ്രത്യേകത കത്താൻ സഹായിക്കുക. കത്തുന്ന സാധന നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ശരീരം കത്തുന്നില്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ ഓക്സിജൻ എന്തിനാണ് അല്ലാഹു കത്തുക എന്ന സ്വഭാവം കൊടുത്തത്? പഠിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഈ ഭൂമി നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരീഭവിക്കാത്തതും അതേപോലെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഓക്സിജൻ കണ്ടാരെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടോ? ഓക്സിജനെ കണ്ടോലുണ്ടോ? ഉണ്ടോ? ഓക്സിജൻ ഒറ്റ മനുഷ്യരുമില്ല. കീശേരി ആരും ഓക്സിജൻ കണ്ടിട്ടില്ല. ഓക്സിജൻ ഉണ്ടോ? നിങ്ങൾ മിണ്ടാത്ത ഓക്സിജൻ ഉണ്ടോ? ഉറപ്പാ? ഉണ്ടോ? എന്താ ഓക്സിജൻ ഉണ്ട് എന്നുള്ളതിന് തെളിവ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഓക്സിജൻ ഉണ്ട് എന്നതിന് തെളിവ്. ഇതൊന്നും കാണാതെ ഇടതടവില്ലാതെ 24 മണിക്കൂറും കാണാത്ത ഓക്സിജൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നെ പറയണത് അള്ള ഉണ്ടെങ്കിൽ കാണണ്ടേന്ന് ചോദിക്കണം. നമ്മൾ കുട്ടികൾ എന്നെ ചോദിക്കാൻ അർദ്ധവിശ്വാസികളാണ്.